Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്ററിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകളൊന്നും ഇട്ടുണ്ടായിട്ടില്ല, മറ്റു ചില തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുൻകാലങ്ങളിൽ നിന്ന് ഓർത്ത് വയ്ക്കുക, ഒരുപാടല്ല, റീസെൻ്റ്ലി ഈ അടുത്ത കാലത്ത് ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധമായ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: മദർ തെരേസ എന്ന ചിത്രം ആരുടേതാണ്? മദർ തെരേസ എന്ന വിഖ്യാതമായ ചിത്രം ആരുടേതാണ്? ഓർമ്മിക്കാം, മദർ തെരേസ എന്ന പെയിന്റിങ്സ് അല്ലെങ്കിൽ ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകാരനായ എം.എഫ്. ഹുസൈൻ. എം.എഫ്. ഹുസൈൻ്റെ ഒരു വളരെ പ്രശസ്തമായ ചിത്രമാണ് മദർ തെരേസ. ഓർമ്മിക്കാം, മദർ തെരേസ എന്ന് മാത്രമല്ല, മദർ തെരേസ, മദർ ഇന്ത്യ, ശിവനടരാജൻ, വിശ്വാമിത്ര, പാസേജ് ടു ഹ്യൂമൻ സ്പേസ് തുടങ്ങിയവയെല്ലാം ഈ വിഖ്യാതനായ എം.എഫ്. ഹുസൈൻ എന്ന ചിത്രകാരൻ്റെ ചിത്രങ്ങളാണ്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഇന്ത്യൻ ചിത്രകാരനായ എം.എഫ്. ഹുസൈൻ്റെ ചിത്രങ്ങളാണ് മദർ തെരേസ, മദർ ഇന്ത്യ, അതോടൊപ്പം തന്നെ ശിവനടരാജൻ, അതോടൊപ്പം വിശ്വാമിത്ര, പാസേജ് ടു ഹ്യൂമൻ സ്പേസ്. ഇതെല്ലാം ഈ എം.എഫ്. ഹുസൈൻ്റെ ചിത്രങ്ങളാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. എം.എഫ്. ഹുസൈൻ ഓർത്തു വയ്ക്കുക, ഇദ്ദേഹം വളരെ ഒരു വിവാദമായ ചിത്രകാരൻ കൂടിയായിരുന്നു. ഇന്ത്യയിലെ ചില ചിത്രങ്ങളെല്ലാം വരച്ച ഹിന്ദു ദേവതകളുടെ ചിത്രങ്ങളെല്ലാം വരച്ച് വിവാദമായ ഒരു ചിത്രകാരനായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികളെ ഭീഷണിയുമായിരുന്ന അദ്ദേഹം ഇന്ത്യ വിടുകയും പിന്നീട് ഖത്തറാണ് ഈ എം.എഫ്. ഹുസൈന് പൗരത്വം നൽകിയതും കൂടി ഓർത്തിക്കുക. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചിത്രകാരനായ എം.എഫ്. ഹുസൈന് പൗരത്വം നൽകിയ രാഷ്ട്രം ഏത് വെച്ചാൽ മറക്കണ്ട, ഖത്തറാണ് അദ്ദേഹത്തിന് പൗരത്വം നൽകിയത്. അതിനുശേഷം അദ്ദേഹം മരിച്ചത് ഇപ്പോൾ ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് കൂടി ഓർത്തിക്കുക, മറക്കണ്ട, എം.എഫ്. ഹുസൈൻ. ഇനി ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഇതെല്ലാം ലഭിച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് എം.എഫ്. ഹുസൈൻ. നഗ്നപാതനായ ചിത്രകാരൻ എന്നും ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്ന ചിത്രകാരനുമാണ് എം.എഫ്. ഹുസൈൻ. അപ്പോൾ മറക്കണ്ട, എം.എഫ്. ഹുസൈൻ ഓർത്ത് വയ്ക്കുക, നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നു. പിക്കാസോ, ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്ന ചിത്രകാരനാണെന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഞാൻ പറഞ്ഞു: മദർ തെരേസ, മദർ ഇന്ത്യ, ശിവനടരാജൻ, വിശ്വാമിത്ര, പാസേജ് ടു ഹ്യൂമൻ സ്പേസ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എല്ലാം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പൗരത്വം നൽകിയ രാഷ്ട്രം ഖത്തറാണ്, മരിച്ചത് ലണ്ടനിൽ വെച്ചാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം, മറക്കണ്ട, നമ്മുടെ എം.എഫ്. എന്ന ചിത്രകാരനുമായി ബന്ധപ്പെട്ടാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർത്തിക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ടോപ്പിക്കും കൂടിയാണ്. ചോദ്യം ഇതാണ്: വി.വി.പാറ്റ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെ? വി.വി.പാറ്റ് നമുക്കറിയാം. വി.വി.പാറ്റ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെ? വി.വി.പാറ്റ് എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത്. എന്താ പറയുക? പേപ്പേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ കിട്ടിയ വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് വി.വി.പാറ്റിൻ്റെ ഒരു ഫുൾ ഫോം. വി.വി.പാറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിന് ചില ആരോപണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ചില കൃത്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചിഹ്നത്തിനല്ല വോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ഥാനാർത്ഥിക്കോ ചിഹ്നത്തിനല്ല ആ വോട്ട്, നമ്മൾ ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന വോട്ട് മറ്റ് സ്ഥാനാർത്ഥികൾ പോകുന്നു. ആ തരത്തിലുള്ള കൃത്രിമം EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ആരോപണം. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന ഒരു പുതിയ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. ഇത് പ്രകാരം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സ്ലിപ്പിംഗ് കൗണ്ടറിൽ നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്തത് ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങിയ ഒരു സ്ലിപ്പ് നമുക്ക് വരുമെന്നാണ്. അപ്പോൾ നമുക്ക് രണ്ടും വെരിഫൈ ചെയ്ത് നമ്മൾ ചെയ്ത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ വി.വി.പാറ്റിൻ്റെ ഒരു രീതി എന്ന് പറയും. അപ്പോൾ ഈ വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇന്ത്യയിൽ ആദ്യമായി വന്നത് എവിടെയെന്ന് ഓർത്തിക്കുക, നാഗാലാൻഡിലാണ്. 2013 നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലാണ് ഇത് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത്. ഓർത്തിക്കുക, 2013 നാഗാലാൻഡിലെ നോക്സൺ എന്ന് പറയുന്ന ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ, വെച്ചാൽ നാഗാലാൻഡ് മുഴുവനല്ല, ആ നോക്സൺ ജില്ലയിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ 2013 നാഗാലാൻഡ് നോക്സൺ ജില്ലയിൽ നടപ്പിലാക്കിയത്. അതേസമയം ഒരു സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളും, ഒരു സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളും അല്ലെങ്കിൽ എല്ലാ ബൂത്തുകളും ആദ്യമായി നടപ്പിലാക്കിയത് ഗോവയിലാണ്. അത് 2017 പിന്നീട് ഹിമാചൽ പ്രദേശിൽ നടപ്പിലാക്കുന്നത് 2016 കേരളത്തിലും വി.വി.പാറ്റ് നടപ്പിലാക്കിയത്. മറക്കണ്ട, വി.വി.പാറ്റ് ആദ്യമായി നടപ്പിലാക്കിയത് നോക്സൺ മണ്ഡലമാണ്, നാഗാലാൻഡ് 2013. അതിനുശേഷം ഒരു സംസ്ഥാനം പരിപൂർണമായും അല്ലെങ്കിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും വി.വി.പാറ്റ് നടപ്പിലാക്കിയത് ഗോവയിലാണ്, പിന്നീട് ഹിമാചൽ പ്രദേശിലാണ്. അതേസമയം കേരളത്തിൽ നടപ്പിലാക്കിയത് 2016 കൂടി ഓർക്കുക. ഇപ്പോൾ മറക്കണ്ട, വോട്ടേഴ്സ്
വെരിഫൈഡ്, പേപ്പർ, ഓഡിറ്റ്, ട്രയൽ. ഇതാണ് VVPAT എന്ന് നോക്കിയത്. അപ്പോൾ 2 ടോപ്പിക് നമ്മുടെ കഴിഞ്ഞല്ലോ. ഇനി അതിനുശേഷം 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ശില്പി ആരാണ്? ഇന്ത്യ ഗേറ്റിന്റെ ശില്പിയാണ്. ഹു ഇസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ ഗേറ്റ്? നമുക്കറിയാം ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിലെ രാജ്പഥയിലുള്ള സംഭവമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ ശില്പി എന്ന് പറയുന്നത് എഡ്വിൻ ലൂട്ടൻസ് ആണ്. ആരാണ് ഇന്ത്യ ഗേറ്റിന്റെ ശില്പി? എഡ്വിൻ ലൂട്ടൻസ് ആണ്. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഓർത്തുക, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജ്പഥ്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ രാജ്പഥിലാണ്. അവിടെ ഒരു കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഓർത്തുക. ഇപ്പോൾ രാജ്പഥ ഇറ്റ് ഈസ് റീനെയിംഡ് ആസ് കർത്തവ്യ പഥ്. അപ്പോൾ രാജ്പഥിന്റെ പേര് മാറ്റിയപ്പോൾ എന്താണ്? കർത്തവ്യ പഥ്. അപ്പോൾ ന്യൂഡൽഹിയിലെ രാജ്പഥല്ല, കർത്തവ്യ പഥിലാണ് ഇന്ത്യ ഗേറ്റ് നിലനിൽക്കുന്നത്. ഓർത്തുക, ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോണമെന്റ് ബിൽറ്റ് ഓൺ ദി മെമ്മറി ഓഫ് ഇന്ത്യൻ സോൾഡിയേഴ്സ് ഹു ആർ കിൽഡ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഇന്ത്യ-അഫ്ഗാൻ യുദ്ധം. ഇന്ത്യ-അഫ്ഗാൻ യുദ്ധത്തിലും അതോടൊപ്പം തന്നെ 1ാം ലോകമഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കാണ് നമ്മളത് ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. കർത്തവ്യ പഥിൽ നിർമ്മിച്ചിരിക്കുന്നത്. 47 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അത്രയും 47 മീറ്ററാണ് ഇന്ത്യ ഗേറ്റിൻ്റെ വലുപ്പം, ഉയരം എന്ന് ഓർത്ത് വയ്ക്കുക. 1ാം ലോകമഹായുദ്ധത്തിലും ഇന്ത്യ-അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കാണ് നമ്മൾ ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ച് എഡ്വിൻ ലൂട്ടൻസ് ആണ് ശില്പി എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൽ തന്നെ നമ്മൾ 1971 ഇന്ത്യ-പാക് യുദ്ധം, 1971 ഇന്ത്യ-പാക് യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ സ്മരണയ്ക്ക് നമ്മളിതിൽ ഒരു അണയാതെ കത്തുന്ന ഒരു ദീപം, ഒരു ജ്വാല നമ്മൾ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ പേരാണ് അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്. അമർ ജവാൻ ജ്യോതി, ദാറ്റ് ഇസ് എ മോണുമെന്റ്സ്. അതൊരു സ്മരണിക തന്നെയാണ്. ഇന്ത്യ ഗേറ്റിൽ അണയാതെ ഒരു ലാമ്പ് ഉണ്ട്, അണയാതെ കത്തുന്ന ലാമ്പ് അല്ലെങ്കിൽ ദീപം. ആ ദീപത്തെയാണ് നമ്മൾ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്. അത് 1971 ഇന്ത്യ-പാക് യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കാണ് നമ്മൾ ഈ അമർ ജവാൻ ജ്യോതി കത്തിക്കുന്നത്. എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഈ അമർ ജവാൻ ജ്യോതി എന്ന് പറയുമ്പോൾ ഓർത്തിക്കുക, അമർ ജ്യോതി ഉണ്ട്, സ്വതന്ത്ര ജ്യോതി ഉണ്ട്. അമർ ജ്യോതി എവിടെയാണെന്ന് വെച്ചാൽ അത് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് സ്മാരകത്തിൽ, പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് സ്മാരകത്തിലാണ് അമർ ജ്യോതി എന്ന് പറയുന്നത്. അതേസമയം സ്വതന്ത്ര ജ്യോതി എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലുള്ള സെല്ലുലാർ ജയിലാണ്. ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ, ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലാണ് ഏത്? സ്വതന്ത്ര ജ്യോതി കത്തുന്നത്. അമർ ജ്യോതി കത്തുന്നത് ജാലിയൻ വാലാബാഗ് സ്മാരകം. അമർ ജവാൻ ജ്യോതി കത്തുന്നതാണ് ഇന്ത്യ ഗേറ്റ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ്. മറക്കണ്ട, 47 മീറ്റർ ഹൈറ്റ് ആണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ-അഫ്ഗാൻ യുദ്ധത്തിലും 1ാം ലോകമഹായുദ്ധത്തിലും മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കാണ് നിർമ്മിച്ചത്. എഡ്വിൻ ലൂട്ടൻസ് ആണ് ശില്പി. എഡ്വിൻ ലൂട്ടൻസ് ആണ് ശില്പി. മറക്കണ്ട, 47 മീറ്റർ ഹൈറ്റ് ആണ്. ഡൽഹിയിലെ രാജ്പഥാണ് അതിന്റെ പേര്. മാറിയ കറണ്ട് അഫയേഴ്സ് ആണ് കർത്തവ്യ പഥിലാണ് നിർമ്മിച്ചിരിക്കുന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ റീസെന്റ് അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ 3 ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളായി 3 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ മുൻകാലങ്ങളിൽ ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് 3 ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഗൈഡൻസ് ഒക്കെ നൽകണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും